ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും ഒരു പ്രാക്കിനും ഒരു നേർച്ചയ്ക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. അത് ഈസ്റ്ററിന് അന്ന് വേണം പ്രസംഗിക്കാൻ. ഇവിടെ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. ഇനി ഞാൻ ഈ ദൂത് വെളിപ്പെടുത്തിക്കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സിൽ വേണം, ഇതാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ചിട്ടില്ലാത്തവർ പ്രാപിക്കണം. ഇനി ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ആരോട് സംസാരിക്കുന്നു? അടുത്തടിക്കുന്ന ആൾ കൈ കൊടുത്ത് പറ, അന്യഭാഷ ദൈവത്തോടെ സംസാരിക്കുന്നതെന്ന് പറ. എനിക്ക് വിശ്വാസമുണ്ട്, ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിക്കാത്ത സകലരും അഭിഷേകം പ്രാപിക്കണം. ഇന്നൊരു പുനരുത്ഥാന ശക്തി ഇവിടെ വ്യാപരിക്കും. ഇനി ഇതെന്താണെന്ന് പറയാൻ പോവുക. ദൂതിലോട്ട് വരിക. നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായ ദൂതാ പറയുന്നത്. അപ്പം അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അവൻ അന്യഭാഷ പറയുമ്പോൾ തനിക്കു തന്നെ. അപ്പൊ ഒരു ഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ അന്യഭാഷ, ഞാൻ അന്യഭാഷ പറഞ്ഞാൽ സ്തോത്രം കെനസിന് പ്രയോജനമില്ല, പക്ഷെ എനിക്ക് പ്രയോജനമാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ഉണരും. എൻ്റെ അകത്തെ മനുഷ്യൻ ഉണരും. നിന്നെ തകർക്കുവാൻ ചിലർ വരച്ചിട്ട വൃത്തത്തിനകത്തുനിന്ന് പുറത്തു വരാൻ നിന്റെ അകത്ത് ആത്മിക വിപ്ലവം ഉണ്ടാകണം. ഓ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ യേശുക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാണ്. റോമർ 8 വന്നേ. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അങ്ങനെ ആ വാക്യം അവിടെ നിർത്തിക്കൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ വാക്യം ശ്രദ്ധിച്ച്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇനി പുനരുത്ഥാന ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. നീ എത്തേണ്ടിടത്ത് എത്തണം, ഇരിക്കാനിടത്ത് ഇരിക്കണം, ചെല്ലണിടത്ത് ചെല്ലണം. ഇനിയും നിന്നെ പിടിച്ചു വെക്കുക അസാധ്യം. രക്തം ജയം, രക്തം ജയം. നിന്റെ അകത്തൊരു അപ്പോസ്തലൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു പ്രവാചകൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു ബിസിനസ്സുകാരൻ കിടപ്പുണ്ട്. നിന്നെ പിടിച്ചു വെക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വിശ്വാസം പറഞ്ഞു വരോ. ഇന്ന് ശരിക്കും ഇവിടെ ഈസ്റ്റർ. ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് ഇവിടെ ഈസ്റ്റർ. ഒടുവി ഹല്ലേലൂയ ഒന്നുകൂടെ നമുക്ക് പാടണം. മുമ്പേ പാടിയ തന്നെ പാടണം. നിങ്ങളെല്ലാം കൂടെ ജയം പ്രഖ്യാപിച്ച് പാടണം. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ദൂത് പറയണം, നിന്നെ കഴിഞ്ഞ നാളുകളിൽ പിടിച്ചു വെച്ചതിന് ഇനി പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. നിന്റെ വളർച്ചയെ പിടിച്ചു വെച്ചു, നിന്റെ ഉയർച്ചയെ പിടിച്ചു വെച്ചു, നിന്റെ നന്മയെ പിടിച്ചു വെച്ചു. ഇനി അത് പറ്റുകയില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ബോധ്യം പറയാം. ജീസസ് ഒന്നും ആകത്തില്ലെന്നൊക്കെ ചിലര് പറഞ്ഞെങ്കിൽ ആ ചരിത്രമൊക്കെ മാറാൻ പോവാ. ഇനിയും നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല. ഇനിയും നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഇനിയും നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാ. ആ ശക്തി നിന്റെ അകത്ത് വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കൊച്ചൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ബാക്കിയൊന്നും വായിക്കണ്ട. ഈ കർത്താവ് എന്ത് പരിശ്രമം നടത്തിയ ഈ 12 പേരെ പൊക്കിയെടുത്താന്നറിയോ? ഒരാളെ ഉപദേശിയാക്കാൻ ദൈവത്തിന് എന്നോ പാടാന്നറിയോ? ഒരാളെ നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ വർത്താനം പറഞ്ഞ് ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തും. പിള്ളേരായാലും അമ്മയായാലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നെ നോക്കിയിരിക്കണം. ഞാൻ ഒരാളെ കൺപീൽ, ഞാൻ 2-3 പേര് വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ ചെവിക്ക് പിടിക്കുക, ഇറങ്ങി വന്ന് ഞാൻ പിടിക്കും. നിങ്ങൾ എന്നെ നോക്കണം, ശ്രദ്ധിക്കണം. ഞാൻ വളരെ മുട്ടയിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചൊരു ദൂതുമായിട്ട് വന്നേക്കുവാ. ഇത് ക്ലബ്ബല്ല, ചർച്ച. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ ദൂതിലോട്ട് വരട്ടെ. അപ്പം കർത്താവിന് കുറച്ച് ശിഷ്യന്മാരെ സ്തോത്രം വളരെ അത്യാവശ്യമായിട്ട് വേണം. 12 പേര്. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന് റിവൈവൽ നടത്താൻ ചിലരെ വേണം. നീ കൂടെ നിൽക്കുവോന്നാ ചോദ്യം. അവൻ്റെ രാജ്യം വളർത്താൻ ചിലരെ വേണം. കൂടെ നിൽക്കുവോ? അവൻ്റെ രാജ്യം ഉയർത്താൻ ചിലരെ വേണം. കൂടെ നിൽക്കുവോ? ഈ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിനകത്ത് ഒരെണ്ണത്തെ സാത്താൻ അടിച്ചുകൊണ്ട് പോയി. ഒരെണ്ണത്തെ
കണ്ടോ, എടാ പഞ്ചായത്തിൽ ഇഷ്ടം പോലെ പിള്ളേർ കിടക്കും, ആരെയും വേണ്ട. കർത്താവ് എടുത്തതിനെ തന്നെ ആർക്ക് വേണം? സാത്താന് വേണം. സ്തോത്രം. അവൻ കൂടെ നിന്ന് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഗ്ലോറി പറയുക. ഞാൻ ഓർക്കുമായിരുന്നു, യേശുവിൻ്റെ അത്രയും വിവേചനവരം നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്നേ യൂദായ പൊക്കം വിട്ടേനെ. വിടത്തില്ലയോ? നിന്റെ കൂടെ നിൽക്കുന്ന നിന്നെ ചതിക്കുന്ന ഞാൻ പൊക്കം വിടത്തില്ലയോ? പക്ഷെ കെനസല്ല യേശു. പിടികിട്ടിയോ? അവൻ ഇന്ന ദിവസം ഒറ്റുവെന്നറിയാം, എന്നാലും നിന്നോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 11 പോയിടത്ത് ഒന്നിനെ കൂടെ കയറ്റി നിർത്തി 12. ഇവർ ഭയങ്കര പേടിത്തൊണ്ടന്മാരാ. കടലിന് മണ്ടക്കൂടെ കണ്ട് രൂപം വന്നപ്പോഴേ എല്ലാം കൂടെ പടക വെട്ടി വിറച്ച് വീണ് ചാകാൻ തുടങ്ങി. അന്നേരം പിന്നെ ചിലർക്കൊക്കെ സ്തോത്രം നെഞ്ചത്തൊക്കെ ഇടിച്ചൊക്കെ ആ ശ്വാസം തിരിച്ചു കൊണ്ടുവന്നേ. ശിഷ്യന്മാർ ബോധം അങ്ങ് പോയി. അപ്പോളേ ഭൂതമാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പിന്നെ യേശു അങ്ങോട്ട് പോയപ്പോഴേ പരിപാടിയൊക്കെ തീർന്നു, വള്ളം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ പുള്ളികളാ. ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇനി എന്തേലും ചെയ്യുന്നതിന് മുമ്പ് ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചാൽ എന്താവുമെന്നറിയോ? ശക്തി പ്രാപിക്കുമ്പോൾ പിന്നെ ഇവിടം കൊണ്ട് നീ ഒതുങ്ങത്തില്ല. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെ നിന്നെ നയിക്കുന്ന ശക്തി. ആരേലും ഒക്കെ നിനക്ക് ചില രാജ്യത്തിന് ബോർഡർ ഇട്ടെങ്കിൽ ഇന്ന് പറയണം, ആ ബോർഡർ പൊട്ടും. എന്താ കാര്യം? എന്റെ മേലെ ശക്തി. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് നിന്റെ കഴിവ് നോക്കിയല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല, നിന്നെ ഭൂമിയുടെ അറ്റം വരെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് വചനം പ്രസംഗിക്കാൻ പോയി. ഭയങ്കര തണുപ്പാണ് അവിടെ. അവിടെ ഈ പ്രസംഗം കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നുറങ്ങി. ഈ രാത്രിയും പകലൊന്നും അറിയത്തില്ല, ഭയങ്കര തണുപ്പും മഞ്ഞുവാ. രാവിലെ എഴുന്നേറ്റ് സ്തോത്രം നല്ല നടപ്പാതയുണ്ട്. സ്തോത്രം വേറെ വ്യായാമമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ സ്തോത്രം 2-3 ജാക്കറ്റും ഒക്കെ ഇട്ടോണ്ട് ചുമ്മാതെ കൈ വീശി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വല്യമ്മ കൂനിക്കൂനി വരുന്നു. നടപ്പിൽ മദാമ്മയല്ല, മലയാളിയുടെ ഒരു ലുക്കുണ്ട്. പക്ഷെ എങ്ങനെ അറിയുന്നേ? പിന്നെ അടുക്ക കൂടെ പോയപ്പോൾ ഞാൻ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പം പുള്ളി അമ്മയെ തിരിഞ്ഞു നിന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്. മലയാളിയാ. ഞാൻ ചെന്ന് മിണ്ടി, അമ്മ എവിടാ വീട്? വീടൊക്കെ പറഞ്ഞു, കൂടുതലാ വീട്. നല്ലതാണല്ലോ, സ്തോത്രം. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തുവാ? അതെ സ്തോത്രം, മൂത്ത 2ാമത്തെ മകൻ്റെ കൊച്ചുമോൻ്റെ അടുക്ക വന്നേക്കുവാ. 2ാമത്തെ മകൻ്റെ എത്ര മക്കളുണ്ട്? 12 മക്കളും 48 കൊച്ചുമക്കളും. മിണ്ടുന്നില്ലല്ലോ, ചെറിയ ഫാമിലിയാ. 12 മക്കളും മക്കളുടെ മക്കളും മൊത്തം 48. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 84 കഴിഞ്ഞു, 85 നടപ്പ്. ഞാൻ ചോദിച്ചു, എന്നോരോ പഠിച്ചിട്ടുണ്ട്? അച്ചായൻ 1ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. നമ്മൾ മിണ്ടുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഒരു സിവിൽ പഞ്ചായത്ത് പോയിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ നാട്ടിൽ നിന്ന് വന്നേ? 1.5 കൊല്ലമായി ഇങ്ങനെ ഓരോ കൊച്ചുമക്കൾ കൊണ്ട് നടക്കുക. ഇപ്പോഴത്തെ നിലയനുസരിച്ച് എന്ന് ചെല്ലും, അടുത്ത കൊല്ലം ചെല്ലുമായിരിക്കും. വിസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, അമ്മച്ചി എന്നോട് പറഞ്ഞു, കൊട്ടാരക്കരക്കാൻ ഒരു പൊടിയൊരുപദേശി ചാണകം മെഴുകിയ തറയിൽ ഓലപ്പുരയ്ക്കകത്തിരിക്കുമ്പോൾ രാവിലെ വന്ന് മുട്ടി വിളിച്ചു പറഞ്ഞു, അമ്മച്ചിയോടൊരു പ്രവചനം പറയാൻ വന്നതാ. ജീസസ്, നിന്നെ മഞ്ഞു പെയ്യുന്ന രാജ്യത്ത് നിന്റെ സന്തതിയോടൊപ്പം വർഷങ്ങൾ ഞാൻ രാപാർപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ മിണ്ടുന്നില്ല? എടാ, സ്കൂളിന്റെ പടി കാണാത്ത അമ്മ 85ാമത്തെ വയസ്സിൽ രാജ്യവില ഓടിയത് അവിടെ വിദ്യാഭ്യാസമല്ല, അവള് പ്രാപിച്ച ദൈവശക്തിയാ. യേശുവിന്റെ നാമത്തില് എനിക്ക് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാനുണ്ട്. നിന്റെ ഭാവിക്ക് ആര് അതിര് വരച്ചാലും വിളിച്ചു പറയണം, നിന്നെ പിടിച്ചു വെക്കുക അസാധ്യം, നിന്നെ പിടിച്ചു വെക്കുക അസാധ്യം. ഞാൻ ആത്മാവിൽ കാണുകയാ, നിന്നെ ഒതുക്കി വെച്ച ചില കൈകൾ ഇന്ന് പുറകോട്ട് മാറുക. നിന്നെ ബന്ധിച്ചത് ഏത് വ്യക്തിയായാലും
ഒരു സംഘടനയായാലും ഒരു വ്യക്തിയായാലും എന്നോട് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ പുനരുത്ഥാന ശക്തി, ആ റിസറക്ഷൻ പവർ ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുക. നിന്റെ അസ്ഥി മഞ്ചകളിൽ, നാഡീ നരമ്പുകളിൽ, രക്തധമനികളിൽ ഇതാ പരിശുദ്ധാത്മ ശക്തി. ദൈവം നിനക്കൊരുക്കിയ ഭാവി, ദൈവം നിനക്കൊരുക്കിയ നന്മ, ദൈവം നിനക്കൊരുക്കിയ ഉയർച്ചയിലോട്ട് നിന്നെ വിടാതെ ആരൊക്കെയോ നിന്നെ അമർത്തി വെക്കുക. എന്നോട് ദൈവം പറയാം, ആ കരങ്ങൾ ഇന്ന് ബലഹീനമാകും. മോൻസിയെ തന്നെ പിടിക്കാം. ഇങ്ങോട്ട് വന്നാട്ട്, ലാലു ബ്രദറുള്ള വന്നാട്ട്, കെനസും വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. ദേ വാന്നേ, പുറകിലോട്ട് വാ. ഒരു കാര്യം കാണിക്കാനാ. മോൻസിയുടെ അപ്പുറത്തെ തോളെ കൈപിടി, മറ്റേ രണ്ട് കൈയും ചേർത്ത് പിടിക്കുക. ഒരു ആരോഗ്യമുള്ള പിടുത്തം പിടിക്കുന്നേ. വാ ഇവിടെ. ഇത് മോൻസിയോ എക്സോർവൈ നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഈ 4 കൈ ഇവനെ 1 ഇഞ്ച് മുകളിലോട്ട് വിടത്തില്ല. ഈ കരം എടുത്തു മാറ്റാൻ ദൈവം ഒന്നും ഇറങ്ങി വരുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് മോൻസിയെ വർഷങ്ങളായിട്ട് ഒരേ ലെവലിൽ നിർത്തിയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണാനാ മോൻസിയെ ഇവിടെ നിർത്തിയേക്കുന്നത്. ലൈവിൽ കാണുന്നവരും കണ്ടോണം. ഈ മോൻസിയിൽ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചാൽ ഈ ഒതുക്കി വച്ച ഈ 4 കരങ്ങളങ്ങ് ബലഹീനപ്പെടും. മനസ്സിലായോ നിങ്ങൾക്ക്? ആ 4 കരങ്ങൾ, അത് എതിരാളിയാകാം, പിശാചാകാം, ആ കരങ്ങൾ ബലഹീനപ്പെടും. പക്ഷെ നിന്റെ അകത്ത് ആ പുനരുത്ഥാന ശക്തി ഇന്ന് വ്യാപരിക്കണം. ഞാനൊരു വെളിപ്പാട് പറയുക. ഇന്ന് തൊട്ട് 43 ദിവസം എണ്ണിത്തീരുമ്പം നിന്നെ പിടിച്ചു വെച്ച കൈകൾ ബലഹീനമായ വാർത്ത നീ കേൾക്കും. ഇത് പ്രവചനദൂത പറയുന്നേ. നിന്നെ പിടിച്ചു വെച്ചത് പാരമ്പര്യം, നിന്നെ പിടിച്ചു വെച്ചത് എതിരാളി. നീ വളരുമെന്ന് കണ്ട്, ഉയരുമെന്ന് കണ്ട്, നന്മ പ്രാപിക്കുമെന്ന് കണ്ട് നിന്നെ പിടിച്ചു വെച്ച ആ ശക്തി. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. നിന്നെ ഒതുക്കി വെച്ച ചില കരങ്ങൾക്ക് ദൈവത്തിൻ്റെ കരം ഭാരമാകും അവർക്ക്. കാരണം ഇനിയും നിന്നെ പിടിച്ചു വെക്കുക. ഇന്ന് നോക്കിക്കോ, നിന്റെ പല തടസ്സങ്ങളും നീ പ്രാർത്ഥിക്കാതെ തന്നെ മാറും. 1 വർഷം കഴിഞ്ഞ് ഓപ്പൺ ആകത്തുള്ളെന്ന് പറഞ്ഞത് 1 മാസത്തിനകം ഓപ്പൺ ആവും. ചില നിയമങ്ങൾ വരെ തിരുത്താൻ പോവുക. ഇന്ന് ഈ ഉയർപ്പിന്റെ ദിവസം നിന്റെ വിടുതൽ കുടിക്കുക. ഒരു റിസറക്ഷൻ പവർ, ഒരു പുനരുത്ഥാന ശക്തി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ കേൾക്കുന്നു, നിന്നെ അമർത്തി വെച്ച കൈകൾ പൊട്ടുന്ന കാഴ്ച. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എവിടൊക്കെ ആ ശക്തി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, പക്ഷെ ഇത് പൊട്ടണമെങ്കിൽ നിന്റെ മേൽ ആ പുനരുത്ഥാന ശക്തി ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്ന് പ്രസംഗം നേരത്തെ നിർത്തും, ശുശ്രൂഷ ആരംഭിക്കും. എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, നീ വർഷങ്ങൾ കൊതിച്ച ചില കാര്യം അടുത്ത 40 ദിവസം കഴിയുമ്പോൾ നിവർത്തിച്ചു തുടങ്ങും.